കൊല്ലം നെടുമ്പനയിൽ മരണവീട്ടിൽ പോയി മടങ്ങിയ കുടുംബത്തെ കൂട്ടം ചേർന്ന് ആക്രമിച്ച കേസിൽ 5 പ്രതികൾ CPM നേതാവിനൊപ്പമെത്തി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. മറ്റൊരാളോടുള്ള വൈരാഗ്യത്തിലാണ് യാതൊരു ബന്ധവുമില്ലാത്ത കുടുംബത്തെ 9 അംഗ സംഘം ക്രൂരമായി ആക്രമിച്ചത്. പ്രതികൾക്ക് രാഷ്ട്രീയ സംരക്ഷണമുണ്ടെന്നാണ് പരാതിക്കാരുടെ ആരോപണം. BSNL ജീവനക്കാരിയായ ധന്യയും കുടുംബവുമാണ് ഏപ്രിൽ 7 രാത്രി അതിക്രമത്തിന് ഇരയായത്. വലിയവിളയിലെ ഒരു മരണവീട്ടിൽ പോയി 3 ബൈക്കുകളിലായി മടങ്ങി വരികയായിരുന്നു ധന്യയടക്കമുള്ള 5 അംഗ കുടുംബം. അക്രമികൾ ഇവരെ തടഞ്ഞു. വലിയവിളയിൽ ഉള്ളവരാരും ഈ റോഡിലൂടെ പോകണ്ട എന്ന് പറഞ്ഞായിരുന്നു ആക്രമണം. വളർത്തുനായയെ അഴിച്ചുവിട്ടും 9 അംഗ സംഘം ആക്രമിക്കാൻ ശ്രമിച്ചു. വലിയവിള സ്വദേശിയായ വൈശാഖുമായ പ്രതികൾക്ക് തർക്കമുണ്ടായിരുന്നു. ആ തർക്കത്തിന്റെ പേരിൽ വൈശാഖ് താമസിക്കുന്ന വലിയവിളയിൽ നിന്നുള്ള ആരും തങ്ങളുടെ പ്രദേശത്തെ റോഡിലൂടെ പോകരുത് എന്നായിരുന്നു പ്രതികളുടെ ശാഠ്യം. വൈശാഖിനെ അറിയില്ലെന്നും ഒരു മരണവീട്ടിൽ പോയി മടങ്ങുകയാണെന്ന് പറഞ്ഞിട്ടും ആയുധം ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. ഇന്ന് 5 പ്രതികൾ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. മനീഷ്, മജേഷ്, ഹരിലാൽ, ആദർശ്, അക്ഷയ് എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഒരു CPM നേതാവാണ് പ്രതികളെ സ്റ്റേഷനിലെത്തിച്ചതെന്ന് പരാതിക്കാർ പറയുന്നു. സംഭവത്തിൽ പ്രതികൾക്ക് സംരക്ഷണമൊരുക്കാൻ പോലീസ് സഹായിച്ചുവെന്ന ആരോപണമുണ്ട്. 7 തീയതി രാത്രി തന്നെ വിവരമറിയിച്ചെങ്കിലും പോലീസ് പ്രതികളെ പിടികൂടാൻ തയ്യാറായിരുന്നില്ല. പ്രതികൾ ഒളിവിലാണെന്നായിരുന്നു പോലീസിന്റെ മറുപടി. അതേസമയം ഇന്ന് CPM പ്രാദേശിക നേതാവിനൊപ്പമെത്തി പ്രതികൾ സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. 2 സ്ത്രീകൾ അടക്കം ആക്രമിക്കപ്പെട്ടിട്ടും പോലീസ് അവരുടെ മൊഴികൾ രേഖപ്പെടുത്താനോ FIRൽ ഇവരുടെ പേരുകൾ ഉൾപ്പെടുത്താനോ തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട്. മുഴുവൻ പ്രതികൾക്കും അർഹിക്കുന്ന ശിക്ഷ നൽകണം എന്നാവശ്യപ്പെട്ട് പരാതിക്കാർ നിയമപോരാട്ടം തുടരുകയാണ്. 4 പ്രതികൾ കൂടി കേസിൽ പിടിയിലാകാനുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.